മരണപ്പെട്ടു പോയ ആൾക്ക് വേണ്ടി ഖുർആൻ ഓതുന്നില്ല മുജാഹിദുകൾ എന്ന് പറയാം. എന്താ മുജാഹിദുകൾ അങ്ങനെ ഓതാതിരിക്കാൻ കാരണം? ഖുർആൻ ഓതിയിട്ട് ഹദിയ ചെയ്യുന്ന സംവിധാനം, റസൂലുള്ള മരിച്ചിട്ട് നബിന്റെ പേരിൽ ഒരു ഖുർആൻ ഓതി കണ്ട അല്ലാഹുമ്മ ഔസുൽ വബല്ലിഗ് മിസ്ല സവാബി മാ ഖറഅനാ മിന്നാ ഇലാ ഹളറത്തി നബിയിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊക്കെ പറഞ്ഞൊരു ദുആ ഏതെങ്കിലും ഒരു സഹാബി തുറന്നതായി നമ്മൾ കേട്ടോ? ഇല്ല. ഒരു സഹാബി മരണപ്പെട്ടതിന് ശേഷം മറ്റു സഹാബാക്കൾ ചെയ്തതായി നമ്മൾ കേട്ടോ? ഇല്ല. എന്നാൽ നാം പറഞ്ഞല്ലോ, ഇവിടെ ഇമാം ഷാഫിയെ തഖ്ലീദ് ചെയ്യാതെ അദ്ദേഹത്തിന്റെ മദ്ഹബ് സ്വീകരിക്കാതെ വഹാബികളെ നിങ്ങൾ എങ്ങനെയാ നടക്കുന്നത്, നിസ്കരിക്കുന്നത് എന്നൊക്കെ ചോദിച്ച ആളുകൾ, ഇമാം ഷാഫി എന്താണ് മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഖുർആൻ ഓതണമെന്നാണോ പറഞ്ഞത്? ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി തന്റെ തഫ്സീറിൽ പറയുന്നു, അലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ എന്ന സൂറത്ത് നജ്മിലെ 39-ാം വചനത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നു, മിൻ ഹാദിഹിൽ ആയത്തിൽ കരീമ ഇസ്തംബത ഷാഫി വമൻ തബിയഹു. ഈ ആയത്തിൽ നിന്ന് ഇമാം ഷാഫിയും അദ്ദേഹത്തെ പിന്തുടർന്ന ആളുകളും ഗവേഷണം ചെയ്ത് മനസ്സിലാക്കിയിരിക്കുന്നു, അന്നൽ ഖിറാഅത ലാ യസുലി ഇഹ്ദാഉ സവാബിഹാ ഇലൽ മൗത. ഖുർആൻ ഓതിയിട്ട് മരണപ്പെട്ട ആളുകളിലേക്ക് അത് ഹദിയ ചെയ്താൽ അതിന്റെ പ്രതിഫലം അവർക്ക് എത്തൂല എന്ന് ഇമാം ഷാഫി പറഞ്ഞിരിക്കുന്നു. ഇമാം ഷാഫിയെ പിന്തുടർന്നവരും പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് അവർ പറയുന്നു, ലിഅന്നഹു ലൈസ മിൻ അമലിഹിം വലാ കസ്ബിഹിം വലം യൻതുബി ഇലൈഹി റസൂലുള്ളാഹ്. ഈ കാര്യം അവരുടെ പ്രവർത്തനമല്ല, മരണപ്പെട്ടു പോയവരുടെ പ്രവർത്തനമല്ല. ലം യൻതുബി ഇലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മതഹു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അനുയായികളോട് ഇതിന് പ്രചോദനം നൽകിയിട്ടുമില്ല. വലാ ഹസ്സഹും അലൈഹി വലാ അർശദഹും ഇലൈഹി ബിനസിം വലാ ഈമാ. പ്രവാചകൻ വ്യക്തമായോ സൂചനാപരമായോ ഒരു നിലക്കും പ്രവാചകൻ ഇത് അവിടുത്തെ അനുചരന്മാരെ പഠിപ്പിച്ചിട്ടില്ല. വലം യുൻകൽദാലിക്കാൻ അഹദിൻ മിന സ്വഹാബ. സഹാബാക്കൾ, ലക്ഷക്കണക്കായ സഹാബാക്കൾ കഴിഞ്ഞുപോയി ഒരു സഹാബിയെങ്കിലും ഇത് ചെയ്തിട്ടില്ല. വലൗ കാന ഖൈറൻ ലസബഖൂനാ ഇലൈഹി. ഇത് ഖൈറായിരുന്നു എങ്കിൽ അവർ നമുക്ക് മുൻകടക്കുമായിരുന്നു, അവരെങ്ങാനും ഇത് ചെയ്യുമായിരുന്നു, പക്ഷേ ചെയ്തിട്ടില്ല. ഇമാം ഷാഫിയെ ഉദ്ധരിച്ച് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുകയാണ്, നോക്കൂ നിങ്ങൾ, മുജാഹിദുകൾ അവരുടെ കുടുംബത്തിൽ മരണപ്പെട്ടാൽ അവിടെ യാസീൻ ഓതിയിട്ട് അവർക്ക് ഹദിയ ചെയ്യുന്നില്ല, ഖുർആൻ ഓതി ഹദിയ ചെയ്യുന്നില്ല. മരിച്ചവരോട് സ്നേഹമില്ല എന്ന് മുജാഹിദുകളുടെ പേരിൽ ആരോപണം നടക്കുന്ന ആളുകളോട് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിയെ സംബന്ധിച്ച് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നു, ഷാഫി ഇമാമും മുജാഹിദ് തന്നെ. അപ്പൊ നാം മനസ്സിലാക്കേണ്ടത്, എന്നെ പോലെയുള്ള ആളുകൾക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വരാൻ KM മൗലവിന്റെ ബുക്ക് വായിക്കണ്ട, MCC-മാരുടെ പുസ്തകം വായിക്കണ്ട, വക്കം മൗലവിന്റെ പുസ്തകം വായിക്കണ്ട, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ പുസ്തകം വായിക്കണ്ട, AP അബ്ദുൽ ഖാദിർ മൗലവിന്റെ പുസ്തകം വായിക്കണ്ട. ഇമാം ഷാഫിയുടെ, ഇമാം നവവിയുടെ, ഇബ്നു ഹജറുൽ ഹൈതമിയുടെ, ഷാഫി മദ്ഹബിലെ പണ്ഡിത പ്രമുഖരുടെ തന്നെ ഉദ്ധരണികളിൽ നമുക്കിത് കാണാൻ കഴിയും. അതുപോലെ തന്നെ നോക്കൂ നിങ്ങൾ, ചാവടിയന്തരം കണ്ണോ അടിയന്തരം പൊടി പൊടിപ്പിച്ചിട്ട് ഞാൻ ആഘോഷിക്കുന്നു, ഞാൻ ആസ്വദിക്കുന്നു എന്ന് പറഞ്ഞ ഇസ്മായിൽ മൗലവിയെ സംബന്ധിച്ചിടത്തോളം ഇമാം നവവിയുടെ ശറഹുൽ മുഹദ്ദബ്, ഷാഫി മദ്ഹബിലെ പ്രമുഖ പണ്ഡിതനായ ഇമാം നവവിയുടെ ശറഹുൽ മുഹദ്ദബെങ്കിലും നോക്കിയിരുന്നെങ്കിൽ ഇത്രയും അപകടകരമായ പരാമർശം അദ്ദേഹത്തിൽ നിന്നുണ്ടാകുമായിരുന്നില്ല. ഇമാം നവവി പറഞ്ഞു, അമ്മാ ഇസ്ലാഹു അഹ്ലിൽ മയ്യത്തി തുആമൻ വജംഉൻ നാസി അലൈഹി ഫലം യുൻകൽ ഫീ ശൈഉൻ വഹുവ ഗൈറു മുസ്തഹബ്ബ. മരണപ്പെട്ട വീട്ടിലേക്ക് ആളുകളെ ക്ഷണിച്ചു വരുത്തിക്കൊണ്ട് അവർക്ക് ഭക്ഷണം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് സുന്നത്തുള്ള കാര്യമല്ല. ലോകത്ത് പണ്ഡിതന്മാരിൽ നിന്നോ സലഫുകളിൽ നിന്നോ പ്രവാചകനിൽ നിന്നോ അത് ഉദ്ധരിക്കപ്പെട്ടിട്ടുമില്ല. മാത്രമല്ല, വഹാദാ കലാമു സാഹിബു ഷാമിൽ, ഇത് ഷാമിലിന്റെ രചയിതാവിന്റെ പദപ്രയോഗമാണ്. വയസ്തദില്ലു ലിഹാദാ ബിഹദീസ് ജരീർ ഇബ്നു അബ്ദുല്ലാ. ജരീർ ഇബ്നു അബ്ദുള്ളയുടെ അദ്ദേഹം ഉദ്ധരിച്ച ഹദീസ് ഇതാ ഇതിന് തെളിവുദ്ധരിക്കുന്നു. കുന്നാ നഉദ്ദുൽ ഇജ്തിമാഅ ഇലാ അഹ്ലിൽ മയ്യിത്ത് വസനീഅത ത്വാമി ബഅദ ദഫനിഹി മിനൻ നിയാഹ. ഒരാൾ മരണപ്പെട്ടതിന് ശേഷം ആ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി ആളുകളെ വിളിച്ചു വരുത്തി അവിടെ സദ്യ ഒരുക്കുന്നത് ഹറാമായ, കുറ്റകരമായ ജാഹിലിയ കാലത്തുള്ള നിയാഹ എന്ന് പറയുന്ന പ്രവർത്തനത്തിൽപ്പെട്ടതായിട്ട് ഞങ്ങൾ കാണുമായിരുന്നു എന്ന സലഫുകളുടെ, സഹാബത്തിന്റെ മുൻഗാമികളുടെ പ്രഖ്യാപനം ഇമാം നവവി ഉദ്ധരിക്കുകയാണ്.
അപ്പോൾ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം, എന്നെ പോലെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഒരു വീട്ടിൽ കണ്ണോക്ക് പാടില്ല, ചാവടിയന്തരം പാടില്ല എന്ന് പറയാൻ ഞങ്ങൾക്ക് വക്കം മൗലവിയുടെ പുസ്തകത്തിന്റെ ആവശ്യമില്ല. ഷാഫി മദ്ഹബിൽ അല്ലെങ്കിൽ ഇമാം ഷാഫിയെ തഖ്ലീദ് ചെയ്തുകൊണ്ട് ജീവിക്കുന്നവനാണെങ്കിൽ, ഒറിജിനൽ ഷാഫി ഇമാമിനെ തഖ്ലീദ് ചെയ്യുന്നവനാണെങ്കിൽ അവന്റെ രൂപം ഈ കോലത്തിലാവില്ല. അവൻ ഏറെക്കുറെ മുജാഹിദ് പ്രവർത്തകന്മാരോട് യോജിച്ചുകൊണ്ടായിരിക്കും പ്രവർത്തിക്കുക. പക്ഷേ അതിന് കുറെ പണിയെടുക്കേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെണ്ണെഴുത്ത് പഠിക്കൽ തെറ്റാണെന്ന് പറഞ്ഞു. ഷാഫി ഇമാമി കഥ അറിയുകോ? അവസാനം അത് ഇല്ല മക്കളെ എന്ന് മുജാഹിദ് പണ്ഡിതന്മാർ നടു റോട്ടിലും നാട്ടിലും വീട്ടിലും കയറി ശക്തമായി പ്രമാണങ്ങൾ ഉദ്ധരിച്ച് പറഞ്ഞപ്പാ എന്നാ ശരി അത് നിർത്തി. ഇപ്പൊ നമ്മളത് പറഞ്ഞാൽ എന്താ പറയാ? ഞങ്ങളത് പറഞ്ഞിട്ടില്ല എന്നാണ്.